ഞാൻ വീട്ടിലുണ്ടായി. ഇത്ര നാളെ എവിടെയായിരുന്നു? എന്നോടല്ലേ 24 ദിവസമായി കണ്ടിട്ട്. അളിയാ നീ കരയാണാ? ആനന്ദ കണ്ണീര്. ഞാൻ ഒരെണ്ണം അടിച്ചോട്ടെ? അടിക്കളിയാ. ഓച്ചോ വെള്ളമൊന്നും വേണ്ട. വേണ്ടേ? എങ്ങനെണ്ടാ? നീ എന്താ പണിന്ന് പറഞ്ഞില്ല? നീ ഒരോട് അടിച്ചേ പറയാളാ. അടിക്കാം, കൊഴപ്പൊന്നുമില്ല. ഏയ് അടി പറയാന്ന്. ഭയങ്കര അടങ്ങേറ് പിടിച്ച പണിയാണല്ലത്. എക്സസൈസുകാരിക്കിട്ട് പണിയെടുക്കാന്ന് പറഞ്ഞാൽ നമ്മക്കിട്ട് പണി കിട്ടൂലേ? ഇല്ല സാമോനെ, ഇതൊന്നും ആരും അറിയാൻ പോണില്ല. നോക്കിയേ, നീ ഇതെനിക്ക് ചെയ്തരും എങ്ങനെങ്കിലും. എന്നാലും ജീപ്പിന്റെ ബ്രേക്ക് കളയാന്ന് പറഞ്ഞാല് അതിനെന്താ? ബ്രേക്ക് അല്ലേ? നീ റോഡ് ഒഴിച്ചേ അത് പറ. അപ്പൊ നമ്മള് മതി. ആര ബ്രേക്കാ പൊട്ടിക്കണ്ടത്? അളിയാ ഞാൻ നയിച്ചിട്ടുണ്ട്. ചവിട്ട് തീർക്കാന്ന് പറഞ്ഞില്ലേ? ഇതിന് 1/2 ലിറ്റർ തീർന്നില്ല. എന്തൊരു കഷ്ടം. വല്ലതും നടന്നാ? എല്ലാം അടിച്ചിട്ടുണ്ട്, ഒരു പേടിയും പേടിക്കണ്ട. ഇനി വണ്ടി സ്റ്റാർട്ടാവൂലേ? വണ്ടിയൊക്കെ സ്റ്റാർട്ടാവും. ആളോടിയ എന്നെ കുറ്റം പറയാൻ നിൽക്കും. സാമോനെ, എന്താ നിന്റെ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എല്ലാത്തിനും ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഒരു കാരണവശാലും അളിയാ ചത്താലും നീ എന്നെ വിളിച്ചേക്കരുതാ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഓക്കെ അളിയാ? അല്ല അപ്പൊ എന്റെ കല്യാണം ഞാൻ നിന്നെങ്ങനെ വിളിക്കും? എന്റെ പൊന്നളിയാ പണിതത് എക്സൈസ് ജീപ്പിലാണ്. നീ ഫോണും ചെയ്യണ്ട. നിന്റെ കല്യാണത്തിന് എങ്ങനെയെങ്കിലും എത്തിക്കോളാം. പിന്നെ പോലീസുകാരുണ്ട്, കുടിച്ചിട്ടുണ്ട്. സൂക്ഷിച്ചു പോട്ടാ. എടി കൊറോണ വന്ന ശേഷം കുടിച്ചിട്ട് എവിടെ വേണമെങ്കിലും പോവാന്ന്. എന്നാ പോ. പോലീസുകാരൊരു ഒതുക്കൊരു മാങ്ങാത്തലില്ല. ആകെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, ഒരു തുള്ളി കുടിക്കാൻ കിട്ടില്ല. നീ കുടിച്ചോന്നും പോരെ. എന്റെ ബാക്കിൽ ഒരു ഇരിപ്പുണ്ടോ? എന്റെ ഒരു തേങ്ങയില്ല. നീ വണ്ടി കേറി. നീ വണ്ടി വിട്ടെ. എന്റെ മാമൻ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ? പാരസെറ്റമോളിൽ സോഡ എടുത്ത് കുടിച്ചാൽ മൂടാവുന്നു. ഞാൻ അത് കുടിച്ച് മൂടായി കിടക്കും. നീ പോവാറൊന്നും എന്നെ പറ്റിച്ചത്. ചത്ത് പോകട്ടലയാ. നീ വിട്ടോടാ, ഞാൻ ആ ജീപ്പ് എടുത്തിട്ട് വരാം. ഇതൊന്നും റെഡി ആയിട്ടാണ് കൊപ്പി തപ്പാ. ആയിക്കോട്ടെ. എന്താടാ വണ്ടി റെഡിയല്ലേ? എപ്പോഴേ റെഡി. ഞാൻ പണിതുകൊണ്ട് പറയാല്ലോ കേട്ടോ. കേറി ഇരുന്ന സാറിന് തിരിച്ചിറങ്ങാൻ പറ്റില്ല. അമ്മാതിരി പെർഫോമൻസ് അല്ലേ? ആണോ? ആ നോക്കട്ടെ. അയ്യോ സാർ, ആ കാലം തൊടുത്ത് തൊഴിച്ചേ. ഞാൻ അവന്റെ പിക്കപ്പ് ഒന്ന് കാണട്ടെ. കത്തിച്ചു വിട്ടോ സാറേ. ആക്സിലേറ്റർ സ്മൂത്തായി. വീടും കൂടുതലാണല്ലോ. ഒന്ന് വേഗം ഔട്ടർവാസു. ഹലോ കുമാരേട്ടാ, സാബുവിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട്. 2 കാലം ഓടിച്ചു. അപ്പോൾ നാളെ 4 മണി ഉറുമ്പുംകുന്ന്. ഓക്കെ. ആ വിനോ വിളിച്ചേ, നാളെ 4 മണിക്ക് കുപ്പിയായിട്ട് ഉറുമ്പുംകുന്നിൽ വരാന്ന്. കുമാര, നമ്മുടെ പുറകിൽ കരിക്ക് സത്യണ്ട്. ഇത് നമുക്ക് ഒറ്റയ്ക്ക് താങ്ങില്ല എന്ന് തോന്നുന്നുണ്ട്. എന്തെങ്കിലും വഴി ഉണ്ടാക്കാനേ. എന്താ വീട്ടേ ഫയല്? എന്റെ പൊന്ന് സാറേ, ആ വീഡിയോ പുറത്തിറങ്ങിയ സാറ് നാറൂട്ടാ. നമ്മൾ പോലീസ് പറത്തി വിട്ട ഡ്രോൺ ഏതോ ഒരുത്തിന് അടിച്ചു വീട്ടിന് വീഡിയോ എടുത്ത് പിന്നെ പുറത്തിറങ്ങിയ തല തൊപ്പി വെച്ച് നടക്കാൻ പറ്റുള്ളൂ സാറേ. ഞാനെന്ത് ചെയ്യൂ? സാറിനൊന്ന് കണ്ണടക്കാൻ പറ്റുമോ? വെറുതെ എല്ലാം റോക്കറ്റ് വേണമെന്ന് വിളിക്കണം സാറേ. അങ്ങനെ കണ്ണടക്കാനല്ല പറഞ്ഞത്.
പിന്നെ നിയമത്തിന് നേരെ സാറിനൊന്ന് കണ്ടടക്കാൻ പറ്റുമോ? കണ്ണടച്ചാൽ ഡ്രോൺ വാങ്ങാനുള്ള കാശുണ്ടാക്കാം. അത് കഴിക്കൂലല്ലോ. ഒരിക്കലുമല്ല. വേണമെങ്കിൽ നമുക്കിതിനെ ചാരിറ്റി എന്ന് പറയാം. മനസ്സിലായില്ല. മദ്യം കിട്ടാതെ അസ്വസ്ഥനായിരിക്കുന്ന ഒരു യുവാവിന് അവന്റെ ചേട്ടൻ ഗോഡ്സൺ കുറച്ച് മദ്യം അറേഞ്ച് ചെയ്ത് കൊടുക്കണം. പക്ഷെ ഈ ഗോഡ്സന എക്സൈസ് സ്കെച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഗോഡ്സന് പ്രൊട്ടക്ഷനായി നമ്മൾ പോണം. ഇനി എങ്ങാനും ഗോഡ്സനെ അറസ്റ്റ് ചെയ്യാൻ എക്സൈസുകാർ ശ്രമിച്ചാൽ അതിനു മുമ്പായി നമ്മൾ അറസ്റ്റ് ചെയ്ത് കേസ് രേഖപ്പെടുത്തണം. അത്രയുള്ള സീൻ. കാരണം എക്സൈസിന്റെ കയ്യിൽ കിട്ടിയ ഗോഡ്സന സത്യജിത്ത് തീർക്കും. ഇനിയിപ്പോ പിടിക്കപ്പെട്ടാലും അത് പോലീസിന്റെ കയ്യിലായിരിക്കണമെന്ന് മാത്രമാണ് ഗോഡ്സന്റെ ഒരേ ഒരു ഡിമാൻഡ്. എന്നാലും അതൊരു കൈക്കൂലല്ലോ. ഒരിക്കലുമല്ല. മദ്യം കിട്ടാതെ മാനസിക വിഭ്രാന്തി കാണിക്കുന്ന ഒരു യുവാവിനെ രക്ഷിക്കാനുള്ള ഒരു ശ്രമം. വേറൊരു ചാരിറ്റി. അത്രേ ഉള്ളു. ചാറ്റിയാണല്ലേ. ആ കുഴപ്പമില്ലല്ലേ. ഏയ് ഉറപ്പായിട്ടും സാർ ഇത് ചെയ്യണം. പറയടി. എന്താ നിന്റെ പ്ലാൻ? എല്ലാം സെറ്റായിട്ടേ. നാളെ വൈകുന്നേരം എൻ്റെ കാശ് വരും. ഒരു 5 മണിയാകുമ്പോൾ നീ ഉറുമ്പൂന്ന് എത്തണം. ഞാൻ അവിടെ ഉണ്ടാവും. നമ്മളെങ്ങടെ പോണേ? അതൊന്നും എനിക്കറിയാൻ പാടില്ല. സമാധാനം കിട്ടണം എവിടെയെങ്കിലും പോവാ. പിന്നെ നീ വരുമ്പോൾ കല്യാണത്തിന് ഒരുക്കി വെച്ച സ്വർണ്ണമൊക്കെ എടുത്തോട്ടാ. അത് ഞാൻ എടുക്കില്ല വിനു. അതെന്താണ്? എൻ്റെ ചേച്ചി പോയപ്പോൾ എല്ലാം എടുത്തോണ്ടായാലോ പോയത്? നിന്റെ ചേച്ചി പോലെ ഞാൻ ചെയ്യില്ല. ഇവനോടൊക്കെ വിളിക്കരുതെന്ന് പറഞ്ഞ വിളിക്കരുതെന്ന് പറഞ്ഞാൽ തന്നെ ചെയ്തോണ്ടിരിക്കും. അളിയ നിനക്ക് കൊറോണയാണെന്നാണല്ലോ എല്ലാരും പറയണേ. എന്താ സീൻ? ഏത് തെണ്ടി അവിടെ അതൊക്കെ പറഞ്ഞു വരുത്തി. എടാ ഞാൻ അങ്ങോട്ട് വരുന്ന വഴിക്കേ നമ്മുടെ മെമ്പർ ശങ്കരേട്ടനും ഹെൽത്തിലെ 3-4 പേരും കൂടി എന്റെ ബൈക്കിന് വട്ടം വെച്ചു. എന്നിട്ട് എന്നോട് പറയാ വിനു നിനക്ക് കൊറോണയാണ് സഹകരിക്കണം എന്നൊക്കെ. ഞാൻ പറഞ്ഞു നിന്റെ ഒക്കെ തന്തക്കട കൊറോണ എന്ന് പറഞ്ഞാൽ ഞാൻ പോന്നെ. പറഞ്ഞിട്ട് കാര്യമില്ല വിനു. നാട്ടുകാരും കൂട്ടുകാരൊക്കെ നിനക്ക് എതിരാ. മദ്യം കൊടുക്കാത്തതിന്റെ ചുരുക്ക. എന്നാലും ഇത് ഏത് തെണ്ടിയാണാവോ പറഞ്ഞുണ്ടാക്കിയത്? ഇനി ആ പാപ്പൻ എങ്ങനെയാണോ? ഈ നാട്ടുകാർക്കൊക്കെ എന്തിന്റെ എന്തൊരു ലോകം അല്ലേ. എന്താളിയാ ഇനി നിനക്കും പേടിയാണ് എനിക്ക് കൊറോണയാണെന്ന്. എന്താ നീ അങ്ങനെ പറയണേ? ചെറുപ്പം തൊട്ട് കാണാൻ തുടങ്ങിയല്ലേടാ നിന്നെ. എനിക്ക് അറിഞ്ഞൂടാ എൻ്റെ മുത്തിനെ. നിങ്ങളെന്ന് ആ 2 വിട്ടല്ലോ. ആ റൂമിൽ കയറി വിട്ടോ. ആ ഇനി അതെന്നെ വൃത്തിയുള്ളൂ. ജപ്പാനിൽ പോവാ.